അടുത്ത ക്വസ്റ്റ്യൻ 67. ക്വസ്റ്റ്യൻ നമ്പർ 67 ആണ്. The kinetic energies of planet in an elliptical orbit about sun at positions A, B, C, R. നമുക്ക് എലിപ്റ്റിക്കൽ ഓർബിറ്റ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. NEET 2018 ക്വസ്റ്റ്യൻ ആണ്. എസ് എ ബി ഇത് പെർപെൻഡിക്കുലർ തന്നിട്ടുണ്ട്. സി നമുക്ക് അറ്റ് എ ഇതിൻ്റെ കൈനറ്റിക് എനർജി കെ എ ആണ് തന്നിട്ടുണ്ട്. അറ്റ് ബി കെ ബി ആണ്. അറ്റ് സി കെ സി ആണ്. അങ്ങനെയാണെങ്കിൽ എ സി എന്നുള്ളത് മേജർ ആക്സിസ് ആണ്. എസ് ബി എന്നുള്ളത് ഈ മേജർ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. എസ് എന്നുള്ളത് സണ്ണാണ്. ഇത്രയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സൺ എന്ന് പറഞ്ഞാൽ ഫോക്കസ് ആണ്. അപ്പോൾ ഇതിൽ ഈ താഴെയുള്ളതിൽ ഏതൊക്കെയാണ് ട്രൂ എന്നാണ് ചോദിച്ചത്. കെ എ ഈസ് ലെസ് ദാൻ കെ ബി ഈസ് ലെസ് ദാൻ കെ സി. സെക്കൻഡ് ഓപ്ഷൻ കെ എ ഗ്രേറ്റർ ദാൻ കെ ബി ഗ്രേറ്റർ ദാൻ കെ സി. തേർഡ് ഓപ്ഷൻ കെ ബി ലെസ് ദാൻ കെ എ ലെസ് ദാൻ കെ സി. ഫോർത്ത് ഓപ്ഷൻ കെ ബി ഗ്രേറ്റർ ദാൻ കെ എ ഗ്രേറ്റർ ദാൻ കെ സി. രണ്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഒരു കൺസെപ്റ്റ് പറഞ്ഞാൽ മതി. സണ്ണിൻ്റെ ഏറ്റവും നിയർ പോയിന്റിലെത്തുമ്പോൾ, ഏറ്റവും നിയറസ്റ്റ് പോയിന്റിലെത്തുമ്പോൾ വെലോസിറ്റി കൂടുതലും സണ്ണിന് പ്ലാനറ്റിന് വെലോസിറ്റി കൂടുതൽ, ഏറ്റവും ദൂരത്തെത്തുമ്പോൾ വെലോസിറ്റി കുറവായിരിക്കും. അതിൻ്റെ റീസൺ ആംഗുലാർ മൊമെൻറ്റം കൺസർവേഷനാണ്. സോ എം വി ആർ കോൺസ്റ്റൻ്റ് ആണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള രണ്ട് സ്പോട്ടുകളാണ് എയും ബിയും അല്ലേ. എ ബി എന്നുള്ളത് രണ്ട് അടുത്തടുത്തുള്ള സ്പോട്ടുകളാണ്. പക്ഷേ ഈ പോയിന്റ് എത്തുമ്പോൾ എം വി ആർ എന്നൊക്കെ ഈ ആറുണ്ട്, പക്ഷേ വെലോസിറ്റി ഇങ്ങനെ എം വി ആർ കോസ് തീറ്റ ആ ഒരു രീതിയിൽ വരും. അപ്പോൾ എം വി ആർ കോസ് തീറ്റ ഒന്നും കൂടെ വരുന്നുണ്ട്. ഈ പോയിന്റിൽ തന്നെ ആയിരിക്കും ഏറ്റവും മിനിമം. ഇത് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കേണ്ട സംഭവമാണ്. സണ്ണിന് ഏറ്റവും അടുത്തുള്ള പോയിന്റിലായിരിക്കും ഏറ്റവും വെലോസിറ്റി കൂടുതൽ, അല്ലെങ്കിൽ ഏറ്റവും കൈനറ്റിക് എനർജി കൂടുതൽ. പിന്നെ ഇയാൾ ഏറ്റവും കൈനറ്റിക് എനർജി കുറഞ്ഞത് ഇയാൾ. അപ്പോൾ ഏറ്റവും കൈനറ്റിക് എനർജി കൂടിയത് എ, പിന്നെ ബി, പിന്നെ സി. ഇതാണ് ആൻസർ. ഓക്കെ. ഇത് ഡയറക്റ്റായിട്ട് എലിപ്റ്റിക്കൽ ഓർബിറ്റ് ലോ ഓഫ് ഓർബിറ്റ്സ് കെപ്ലർസ് ലോൻ്റെ മനസ്സിലാക്കിയോ എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 68 നോക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ നമ്പർ 68 നോക്കുകയാണെങ്കിൽ, ഇഫ് ദ ആംഗുലാർ മൊമെൻറ്റം ഓഫ് പ്ലാനറ്റ് ഓഫ് മാസ് എം മൂവിങ് അറൗണ്ട് സൺ ഇൻ എൻ സർക്കുലർ ഓർബിറ്റ് ഈസ് എൽ. അതായത് മാസ് എം ആണ്, ആംഗുലാർ മൊമെൻറ്റം എൽ ആണ് എങ്കിൽ ഏരിയൽ വെലോസിറ്റി എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം ഈസ് ഡി എ ബൈ ഡി ടി, ഏരിയ ബൈ ടൈം. അതെന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 4L by M, B L by M, C L by 2M, D 2L by M. ഇത് ഡയറക്റ്റ് NCERT-ലുള്ള ഫോർമുലയാണ്. C L by 2M ആണ് ആൻസർ. പക്ഷേ ഇത് അറിയാത്ത ആൾക്കാർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയൽ വെലോസിറ്റി, ഏരിയ എന്താണെന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇപ്പോൾ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ, ഇതാണ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൻ്റെ ഒരു പാർട്ടാണെന്ന് വിചാരിക്കുക. ഇത് സണ്ണാണ്. അവിടുന്ന് ആർ എന്നുള്ളൊരു വെക്ടർ എടുത്തു, വെലോസിറ്റി എടുത്തു. ഓക്കെ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കവർ ചെയ്തു. ഇതാണ് ഏരിയ ഇൻ ചെറിയ ടൈം ഡി ടി. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞത് ശരിക്കും ഞാൻ ഡി എ എന്ന് എടുക്കുകയാണെങ്കിൽ ഈ ഏരിയ എന്ന് പറഞ്ഞത് ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ടുള്ള രണ്ട് വെക്ടേഴ്സിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുത്താലേ കിട്ടും. സോ ഹാഫ് ആർ ക്രോസ്. ഓക്കെ. നമുക്ക് എം കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എം ഡി എ നോക്കാം. വി ഇത് ശരിക്കും വി ഡി ടി എന്ന് പറഞ്ഞ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറാണ്. അപ്പോൾ വി ഡി ടി എന്ന് വരും. സോ എം കൊണ്ട് രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ ഹാഫ് ആർ ക്രോസ് എം വി ഡി ടി. ഡി ടിനെ അങ്ങോട്ട് കൊണ്ടുവരിക. ഡി എ ബൈ ഡി ടി ഇൻറ്റു എം ഈക്വൽ ടു ഹാഫ് ആർ ക്രോസ് പി. ലീനിയർ മൊമെൻറ്റം ആർ ക്രോസ് വെച്ചിട്ട് ചെയ്താൽ നമുക്ക് ആംഗുലർ മൊമെൻ്റ് ആണ് കിട്ടുക. സോ ഡി എ ബൈ ഡി ടി എം ഇൻറ്റു ഡി എ ബൈ ഡി ടി ഈക്വൽ ടു എൽ ബൈ 2. ഈ എമ്മിനും കൂടെ അങ്ങോട്ട് എടുത്താൽ ഡി എ ബൈ ഡി ടി ഈക്വൽ ടു എൽ ബൈ 2m. ഓക്കെ. സോ ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഫോർമുല ആണെങ്കിൽ പോലും എങ്ങനെയാണ് ഡെറിവേഷൻ എന്നും കൂടെ ചെയ്തെന്ന് മാത്രം
Option 3. Okay. Question number 69. Suppose gravitational force varies inversely as nth power of distance. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r raised to n ആണെങ്കിൽ ഇൻവേഴ്സ്ലി ആസ് r raised to n, the time period of a planet circular orbit of radius r around the sun will be proportional to. അങ്ങനെയാണെങ്കിൽ ടൈം പീരിയഡ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ്, ഫസ്റ്റ് ഓപ്ഷൻ r raised to n, സെക്കൻഡ് ഓപ്ഷൻ r raised to n+1/2, തേർഡ് ഓപ്ഷൻ r raised to n-1/2, ഫോർത്ത് ഓപ്ഷൻ r raised to -1. ഓക്കെ, നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു സംഭവമുണ്ട്, കെപ്ലേഴ്സ് തേർഡ് ലോ ഓഫ് പീരിയഡ്സ്. എന്താണത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. അതുകൊണ്ട് t² ഈസ് പ്രൊപ്പോർഷണൽ ടു r³ എന്നല്ലേ നമ്മളെ കെപ്ലേഴ്സ് തേർഡ് ലോ. ഇവിടെ ചോദിച്ചത് t ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആണ്. അപ്പോൾ t ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r raised to 3/2 ആണ്. ഇത് നോർമൽ കേസ് ആണെങ്കിൽ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണെങ്കിൽ, ഇവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r raised to n ആണ്. അതിൻ്റെ അർത്ഥം, ഇത് ഫുള്ളായിട്ട് ചെയ്യണം എന്നല്ല അതിൻ്റെ അർത്ഥം, n-ന് 2 കൊടുത്താൽ 3/2 കിട്ടുന്ന ഓപ്ഷൻ ഏതാ നോക്കുക. കാരണം അതെന്തായാലും ട്രൂ ആവണം. ഓക്കെ, അതായത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണെങ്കിൽ t ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r raised to 3/2 ആണ്. അതായത് n-ന് 2 ഇതിലെ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ r raised to 3/2 എന്ന ഓപ്ഷൻ കിട്ടുന്നത് ഏതാ നോക്കണം. അപ്പോൾ ഓപ്ഷൻ എ അപ്പോൾ എത്ര കിട്ടുക? r². ഓപ്ഷൻ ബി എന്താ കിട്ടുക? r raised to 2+1/2, ദാറ്റ് ഈസ് r raised to 3/2. കറക്റ്റാണ്. ഇനി നോക്കുക, വേറെ ഏതെങ്കിലും ഓപ്ഷൻ അത് കിട്ടുകയാണെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അടുത്ത ഓപ്ഷൻ r raised to 2-1/2, ദാറ്റ് ഈസ് r raised to 1/2. ഇനി ഡി ഓപ്ഷൻ r raised to -2. അപ്പോൾ ഏത് ഓപ്ഷൻ മാത്രമേ ശരിയുള്ളൂ? ബി. അപ്പോൾ ബി ആണ് കറക്റ്റ് ആൻസർ. ഫുള്ളായിട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല, ഡെറിവേഷൻ ഫുള്ളായിട്ട് ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമില്ല, അത് ചെയ്യാനല്ല അവർ ഈ ക്വസ്റ്റ്യൻ തന്നത്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 70 നോക്കുക. Question number 70. 2 astronauts are floating in a gravitational free space after having lost contact with their spaceship. 2 ആസ്ട്രോനോട്ട്സ് അവർ ഗ്രാവിറ്റേഷണൽ ഫ്രീ സ്പേസിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ സ്പേസ്ഷിപ്പായിട്ടുള്ള കോണ്ടാക്ട് വിട്ടു. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻസ് ഇതാണ്. They move towards each other. Second option, they move away from each other. Third option, will become stationary. Fourth option, keep floating with the same distance, okay, between them. അപ്പോൾ എന്താണ് ചോദ്യം? 2 ആസ്ട്രോനോട്ട്സ് സ്പേസിലുണ്ട്. ഓക്കെ, ആ സ്പേസിലുള്ള 2 ആസ്ട്രോനോട്ട്സ് ഗ്രാവിറ്റേഷണൽ ഫ്രീ സ്പേസ് ആണ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വേറെ ആരുടെയും ഗ്രാവിറ്റേഷൻ ഇല്ല, പക്ഷെ അവർക്ക് അവരുടെ തന്നെ ഗ്രാവിറ്റേഷൻ ഉണ്ടാവും. അതായത് ഈ ഒരാൾ മറ്റാളെ ഫോഴ്സ് കൊണ്ട് ആക്റ്റീവ്. അപ്പോൾ നമുക്കറിയാം 2 മാസത്തിൻ്റെ ഫ്രീ സ്പേസിൽ വെച്ചാൽ അവർ രണ്ടാളും കൂടെ അട്രാക്ഷൻ കാരണം, രണ്ടാളുടെ മ്യൂച്വൽ അട്രാക്ഷൻ കാരണം രണ്ടാളും കൂടി ഒന്നിക്കും അവരുടെ സെൻറ്റർ ഓഫ് മാസിൽ വെച്ച്. അപ്പോൾ അത് തന്നെയാണ് ഇവർക്കും സംഭവിക്കുക. അതുകൊണ്ട് ഇവിടുത്തെ കേസിലെ ആൻസർ ദേ മൂവ് ടുവാർഡ്സ് ഈച്ച് അതർ എന്നാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 71 പറയണത് എ ടെസ്റ്റ് പാർട്ടിക്കിൾ, ഇത് JEE മെയിൻ 2019 ക്വസ്റ്റ്യൻ ആണ്. എ ടെസ്റ്റ് പാർട്ടിക്കിൾ ഈസ് മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ് ഇൻ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ എ മാസ് ഡെൻസിറ്റി. റോ ഓഫ് ആർ എന്ന് പറഞ്ഞാൽ മാസ് ഡെൻസിറ്റി k/r² ആണെന്ന് തന്നിട്ടുണ്ട്. അതായത് ഒരു പാർട്ടിക്കിളിൻ്റെ സർക്കുലർ ഓർബിറ്റിലാണ് ഗ്രാവിറ്റേഷൻ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്തത്. ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നുണ്ട് സർക്കുലർ ഓർബിറ്റിൽ, പക്ഷേ ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്, അവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ മാസ് ഡെൻസിറ്റി k/r² ആണ്. അങ്ങനെയാണെങ്കിൽ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റേഡിയസ് r ഓഫ് ദ പാർട്ടിക്കിൾസ് ഓർബിറ്റ് ആൻഡ് ഇറ്റ്സ് ടൈം പീരീഡ് t. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡും പാർട്ടിക്കിൾ പോണ റേഡിയസ് r തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയാണ് t/r തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻസ്, ഫസ്റ്റ് ഓപ്ഷൻ tr ഈസ് കോൺസ്റ്റൻറ്റ്, സെക്കൻഡ് ഓപ്ഷൻ t/r ഈസ് കോൺസ്റ്റൻറ്റ്, തേർഡ് ഓപ്ഷൻ t/r² ഈസ് എ കോൺസ്റ്റൻറ്റ്, ഫോർത്ത് ഓപ്ഷൻ t²/r³ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെയും നമ്മൾ
എത്തിപ്പെടുന്നത് എവിടെയാണ് എത്തുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ കെപ്ലർസ് ലോൻ്റെ അതേ ടിയും ആർ തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചത്, അതേ കാര്യത്തിലേക്കാണ് എത്തുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കണമെന്നും കൂടി നോക്കാം. ടെസ്റ്റ് പാർട്ടിക്കിൾ ഉണ്ട്, അത് സർക്കുലർ ഓർബിറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അവിടെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ, അവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ ഡെൻസിറ്റി k/r² ആണ്. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ റിലേഷൻ കറക്റ്റായിട്ടുള്ള റിലേഷൻ. അപ്പം ഇയാളുടെ ആറാണ് റേഡിയസ് എന്ന് വിചാരിക്കും. ഈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുടെ ഡെൻസിറ്റി k/r² ആണെങ്കിൽ അയാൾ ഫുൾ എല്ലായിടത്തും കവർ ചെയ്യുന്നുണ്ട് എന്നാണ് അർത്ഥം. കാരണം എപ്പോഴാണ് ഇത് ഡെൻസിറ്റി 0 ആവുക? ഇൻഫിനിറ്റി ആകുമ്പോൾ മാത്രം. അപ്പോൾ ഇയാൾ ഫുൾ എല്ലാ സ്ഥലത്തും മാസ് ഉണ്ട്. പക്ഷേ ഏത് മാസ് മാത്രമാണ് ഇവിടെ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഉണ്ടാക്കുക? ഇതിൻ്റെ ഇൻറ്റീരിയർ മാസ് മാത്രം. അപ്പോൾ ആ ഇൻറ്റീരിയർ മാസ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് dm എന്നുള്ള ചെറിയ മാസാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെൻസിറ്റി ഇൻറ്റു ചെറിയ വോളിയം എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടുത്തെ കേസിൽ ഒരു സ്ഫെറിക്കൽ ഏരിയ ആയതുകൊണ്ട്, സ്ഫെറിക്കൽ സർഫസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ കേസിൽ ചെറിയൊരു മാസാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ρdv ആണ്. പക്ഷേ മൊത്തത്തിലുള്ള ഇതിൻ്റെ അകത്തുള്ള ടോട്ടൽ മാസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് k/r² ആണ്. dv എന്നുള്ളത് വോളിയം എന്നുള്ളത് 4/3πr³ ആണ്. ഓക്കെ, അപ്പോൾ dv എന്തായിരിക്കും? ഇതിൻ്റെ ഡിഫറൻഷ്യൽ 4/3π ഇൻറ്റു r³ ഡെറിവേറ്റീവ് 3r² dr അല്ലേ. സോ k/r² ഇൻറ്റു ഈ 3 ക്യാൻസൽ ചെയ്താൽ 4πr² dr. അപ്പോൾ r² ക്യാൻസൽ ചെയ്താൽ k4π dr എന്നാണ് dm ആയിട്ട് കിട്ടും, ചെറിയ മാസമായിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇൻ്റഗ്രൽ dm ആണ്. സോ ഇൻ്റഗ്രൽ dm മീൻസ് ഇൻ്റഗ്രൽ k4π dr ഏത് തൊട്ട് ഏത് വരെ? 0 തൊട്ട് ക്യാപിറ്റൽ R വരെ ചെയ്യണം. അപ്പോൾ 0 തൊട്ട് ക്യാപിറ്റൽ R വരെ ഉള്ള ഇതിൽ എല്ലാവരും കോൺസ്റ്റൻറ്റുകളായതുകൊണ്ട് 4πk പുറത്തേക്ക് എടുത്തു. ഇൻ്റഗ്രൽ dr എന്ന് പറഞ്ഞാൽ R. അപ്പോൾ 4πkr ആണ് ടോട്ടൽ മാസ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ടോട്ടൽ മാസ് കിട്ടി. ഇനി അത് കാരണം ഇവിടെ ഉണ്ടാവുന്ന ടൈം പീരിയഡും റേഡിയസും തമ്മിലുള്ള റിലേഷനാണ് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ഇനി അതിലേക്ക് പോകാം. എങ്ങനെയാണ് ഇതിൻ്റെ ഫോഴ്സ്, താഴത്തെ ഉള്ളിലേക്കുള്ള ഫോഴ്സ് എന്നുള്ളത് ഇവിടെ കിട്ടുന്ന ഇലക്ട്രിക് ഫീൽഡ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റു മാസ് ആയിരിക്കും. സോ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റിനെ ഞാൻ I എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇൻറ്റു അയാളുടെ ഇവിടെയുള്ള പാർട്ടിക്കിളിൻ്റെ ചെറിയ മാസ് സ്മോൾ m ആയിരിക്കും. എന്ത്? ഞാൻ പാർട്ടിക്കിളിൻ്റെ മാസിനാണ് സ്മോൾ m എടുത്തത്, ഈ ബോഡീൻ്റെ ടോട്ടൽ മാസാണ് ക്യാപിറ്റൽ. ഇതായിരിക്കും ടോട്ടൽ ഫോഴ്സ്. ഓക്കെ, ഏതുപോലെ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് കമ്പയർ ചെയ്താൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ചാർജ് അല്ലേ ഫോഴ്സ് വരിക, അതേപോലെ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷണൽ ഫീൽഡാണ് വരിക. ഇനി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇൻറ്റൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണ്? gm/r². ഓക്കെ, ഇനി ഇതിൻ്റെ കേസിൽ I എന്നുള്ളത് ഒരു സ്ഫിയർ, ഇങ്ങനത്തെ സ്ഫിയറാണ്. അപ്പോൾ ഈ gm/r² എന്നുള്ളതിൽ 4πkr എന്നാണ് മാസിന് കൊടുക്കേണ്ടത്. നോക്കുക, ഇവിടെ ഒരു സ്ഫിയർ ആണുള്ളത്. ആ സ്ഫിയറിൻ്റെ മാസ് മൊത്തത്തോടെ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ നോക്കുക, ഈ gm/r² എന്നുള്ളത് ചെറിയ മാസ് ആകുമ്പോഴാണ്. അപ്പോൾ നമുക്ക് ഈ ഫോഴ്സ് ഈക്വൽ ടു ഇവിടുത്തെ കേസിൽ I എന്നുള്ളത് gm/r² ആണ് ഇൻറ്റു m. ഓക്കെ, ഇവിടുത്തെ ഈ ഫോഴ്സ് എന്നുള്ളത് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആവുന്നത് കൊണ്ടല്ലേ ബോഡി സർക്കുലർ മോഷനിൽ പോണത്. സോ m നമ്മൾ ക്യാൻസൽ ചെയ്താൽ, ഈ ഒരു r ക്യാൻസൽ ചെയ്താൽ v² = gm/r എന്ന് വരും. പക്ഷേ m എന്നുള്ളത് r-നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ 4πkr/r എന്ന് വരും. സോ v² എന്നുള്ളത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ വെലോസിറ്റീനെ ഇനി മുതൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് പറയാനല്ലേ, 4πk ഇൻറ്റു g. അപ്പോൾ ഒരു കോൺസ്റ്റൻ്റ് ആണ് മൊത്തത്തോടെ. ഇനി ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ നോക്കി നോക്കാം. 2πr/v അല്ലേ, ഇത് മൊത്തത്തോടെ കോൺസ്റ്റൻ്റ് ആണ്. സോ t/r ഈക്വൽ ടു ബാക്കി എന്താവുക 2π/v അല്ലേ, അത് കോൺസ്റ്റൻ്റ് ആണ്. സോ t/r ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എന്നാണ് ഇതിൻ്റെ ആൻസർ ബി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 72 പറയണത്, ഇഫ് മാസ് ഓഫ് സൺ were 10 times smaller and the universal gravitational constant were
10 times larger in magnitude. Which of the following is not correct? അതായത് സണ്ണിൻ്റെ മാസ് 10 തവണ ചെറുതും, അതായത് മാസ് ഓഫ് സൺ, പുതിയ മാസ് ഓഫ് സൺ പഴയ മാസ് ഓഫ് സണ്ണിൻ്റെ ബൈ 10 ആണ്. ഓക്കെ. ആൻഡ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് വെർ 10 times larger. അതായത് പുതിയ ജി 10 times പഴയ ജി ആണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്? നമുക്ക് താഴത്തുള്ളതൊക്കെ അത് ഓപ്ഷൻസ് ഒക്കെ റെയിൻ ഡ്രോപ്സ് will fall faster. Second, walking becomes more difficult. Third, time period of simple pendulum decreases. Fourth, G will not change. ഓക്കെ. അപ്പോൾ ഈ 4 ഓപ്ഷനും ജി വെച്ച് ബന്ധപ്പെട്ടതാണ്. ആ ഓപ്ഷൻ വായിക്കണ കുറച്ചും കൂടി സെൻസുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. ഈ ജി എല്ലാം സ്മോൾ ജി വെച്ചിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സ്മോൾ ജീൻ്റെ വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. എർത്തിൻ്റെ സ്മോൾ ജീൻ്റെ വാല്യൂ ജി ഈക്വൽ ടു GM/r² അല്ലേ? അവിടെ സണ്ണിൻ്റെ മാസ് കൊടുക്കരുത്. ഇവിടെ സണ്ണിൻ്റെ മാസിൻ്റെ വേരിയേഷൻ നമ്മൾ അഫക്റ്റ് ചെയ്യണില്ല, മാസ് ഓഫ് എർത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ GM/, നമുക്ക് ജി എന്നുള്ളത് പുതിയ ജി ആണ്. അപ്പോൾ G' ഈക്വൽ ടു 10 GM/r². വേറെ ഒരു മാറ്റവും ഇല്ല. മാസ് ഓഫ് സണ്ണാണ് 10 times കുറഞ്ഞത്. സോ പഴയ ജീനേക്കാളും 10 times കൂടി പുതിയ ജി. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്മോൾ ജിയും. അപ്പോൾ സ്മോൾ ജി ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞ ആൻസർ തെറ്റാണ്. ഇതിൽ ഏതാണ് റോങ് എന്നാണ് ചോദിച്ചത്, ഇതാണ് റോങ്. ഇനി ബാക്കിയുള്ളത് വേണമെങ്കിൽ വായിച്ചു നോക്കാം. റെയിൻ ഡ്രോപ്സ് ഫാസ്റ്ററായിട്ട് മൂവ് ചെയ്യൂലേ, കൂടുതൽ ജി ആയി. ഇനി വാക്കിങ് കൂടുതൽ ഡിഫിക്കൽട്ട് ആവില്ലേ, പിന്നെ ടൈം പീരീഡ് കുറയൂലേ, കാരണം ഡിനോമിനേറ്ററിലല്ലേ ജി, T= 2π√L/g അല്ലേ, അത്ര ആലോചിച്ചു. ഓക്കെ. ഇനി 73rd ക്വസ്റ്റ്യൻ നോക്കാം. നീറ്റ് 2017 ക്വസ്റ്റ്യൻ ആണ്. ഇത് 2018 നീറ്റ് ആയിരുന്നു. ഇനി 2017 നീറ്റ് നോക്കാം. An acceleration due to gravity at a height 1 kilometer above the earth is same as at the depth d below the surface of earth. അതായത് സർഫസ് ഓഫ് എർത്ത് ഉണ്ട്, അവിടെ d ഡെപ്തിൽ ഉള്ള അതേ ജി ആണ് 1 kilometer above the earth ഉള്ളത്. ഈ രണ്ട് ജിയും സെയിം ആണ് എങ്കിൽ ഡി എന്താണെന്നാണ് ചോദ്യം. ഇപ്പോൾ ഓപ്ഷൻസ് d = 1 kilometer, സെക്കൻഡ് ഓപ്ഷൻ d = 32 kilometer, തേർഡ് ഓപ്ഷൻ d = 2 kilometer, ഫോർത്ത് ഓപ്ഷൻ d = 12 kilometer. ഇതൊക്കെയാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്കറിയാം ജി അറ്റ് ഹൈറ്റ്, ഇവിടുത്തെ കേസിൽ അത് രണ്ടും സെയിം ആണ്. അപ്പോൾ ചെറിയ ഹൈറ്റുകളായതുകൊണ്ട് നമുക്ക് അതിൻ്റെ അപ്രോക്സിമേഷൻ ഫോർമുലാസ് യൂസ് ചെയ്യാം. സർഫസിലെ ജി × 1 - 2h/r അല്ലേ ഹൈറ്റിലെ ജി. സിമിലർലി ഡെപ്തിലെ ജി എങ്ങനെ ഫൈൻഡ് ചെയ്യുക? സർഫസിലെ ജി × 1 - d/r അല്ലേ, അങ്ങനെയല്ലേ ഫൈൻഡ് ചെയ്യുക. ഇപ്പോൾ GS ക്യാൻസൽ ചെയ്താൽ 1 - 2h/r = 1 - d/r. ആ 1 - ക്യാൻസൽ ചെയ്യാം. 2h/r = d/r. ആറും ക്യാൻസൽ ചെയ്യാം. ഇപ്പോൾ d = 2h, h 1 kilometer അല്ലേ, സോ d = 2 kilometer. ഇപ്പോൾ d = 2 kilometer ആണ് ആൻസർ. ഓക്കെ. ഇനി 74th ക്വസ്റ്റ്യൻ JEE മെയിൻ 2017 ക്വസ്റ്റ്യൻ ആണ്. അതിൽ വേരിയേഷൻ ഓഫ് ജീൻ്റെ ഗ്രാഫ് താഴെയുള്ളതിൽ ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ അതിൽ ഓപ്ഷൻസ് വേരിയേഷൻ ഓഫ് ജീൻ്റെ ഗ്രാഫാണ്, ജി വേഴ്സസ് ഡി ൻ്റെ ഗ്രാഫാണ്. സെക്കൻഡ് ഓപ്ഷൻ തേർഡ് ഓപ്ഷൻ ആൻഡ് ഫോർത്ത് ഓപ്ഷൻ. നമുക്ക് ഈ പോയിന്റുകളൊക്കെ 6 എന്ന് പറഞ്ഞാൽ സർഫസിലെ പോയിന്റുകൾ. ഒരു കാര്യം നമുക്ക് എപ്പോഴും മനസ്സിലാവണം, അതായത് ഔട്ട്സൈഡ് പോയിന്റിലെ ജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² ആണ്. ഇൻസൈഡ് പോയിന്റിലെ ജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. ഇൻസൈഡ് പോയിന്റിൽ അതായത് സെൻറ്ററിൽ 0 ആണ്, പിന്നെ ലീനിയർ ആയിട്ട് ആ സർഫസിൽ കൂടുക, അതായത് കറക്റ്റ് ഒരു ഓർഡറിലാണ് കൂടുക, ലീനിയർ ആയിട്ട്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്താലും മനസ്സിലാവും, ജി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു r ആണ്. അതിന് വേണ്ടിയിട്ട് ഔട്ട്സൈഡ് പോയിന്റിൽ ജി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r². അപ്പോൾ അകത്ത് സ്ട്രെയിറ്റ് ലൈൻ, പുറത്ത് ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു r² റിലേഷൻ. ഇതിൽ ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഇതാണ് കറക്റ്റ്.
ഇത് നോക്കാം, ഇത് ഒരു വേരിയേഷൻ ഉള്ളൂ, അകത്ത് പുറത്തൊന്നുമില്ല, അപ്പോൾ അതല്ല. ഇനി ഇത് രണ്ടും കേർവ്ഡാണ്, ഇതും അല്ല. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ശരി. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ആ ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 75. 75th ക്വസ്റ്റ്യൻ നീറ്റ് 2019 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ബോഡി വെയ്സ് 200 Newton ഓൺ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ വെയിറ്റ് അറ്റ് സർഫസ് എത്രയാണ്? 200 Newton. ഹൗ മച്ച് വിൽ ഇറ്റ് വേ ഹാഫ് വേ ഡൗൺ ദ സെൻറ്റർ ഓഫ് ദ എർത്ത്? സെൻറ്ററിൽ നിന്ന് ഹാഫ് വഴിയിൽ അതിൻ്റെ വെയിറ്റ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഓപ്ഷൻസ് 150 Newton, സെക്കൻഡ് ഓപ്ഷൻ 200 Newton, തേർഡ് ഓപ്ഷൻ 250 Newton, ഫോർത്ത് ഓപ്ഷൻ 100 Newton. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജി ഡെപ്ത് ഈക്വൽ ടു GS × 1 - d/r എന്നുള്ള ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് എടുത്ത് ചെയ്യാം. പക്ഷേ അല്ലാതെ തന്നെ നമുക്കൊരു എപ്പോഴും ഒരു ധാരണ വേണം, ലീനിയർ റിലേഷനാണ്. നമുക്ക് ഗ്രാഫ് വരച്ചിട്ടല്ലേ ഉള്ളൂ. ലീനിയർ റിലേഷൻ ആകുമ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു പ്രൊപ്പോർഷനിൽ തന്നെയാണ് കുറയുകയും കൂടുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത് 200 ആണെങ്കിൽ പകുതി ഇവിടെ എത്തുമ്പോൾ 0 ആണ്. അപ്പോൾ ലീനിയർ റിലേഷൻ ആയതുകൊണ്ട് ഇത് 100 ആണ്. അങ്ങനെ 100 ആണെന്ന് പെട്ടെന്ന് തന്നെ എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെപ്ത് നമുക്കറിയാം, ഈ ഡെപ്ത് എന്നുള്ളത് r/2 ആണ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡിലും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ mgs × 1 - ഡെപ്ത് r/2 ആണ് /r. ഓക്കെ, mgd എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള വെയിറ്റ് ഈക്വൽ ടു വെയിറ്റ് അറ്റ് സർഫസ് × 1 - 1/2. അതായത് സർഫസിലെ വെയിറ്റ് എത്രയാണ്? 200 × 1 - 1/2 1/2, ദാറ്റ് ഈസ് 100 Newton. അപ്പോൾ ഫോർത്ത് ഓപ്ഷനാണ് ശരി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 76. ഇത് JEE 2019 ക്വസ്റ്റ്യൻ ആണ്. ദ റേഷ്യോ ഓഫ് വെയിറ്റ് ഓഫ് എ ബോഡി ഓൺ എർത്ത് സർഫസ് ടു ദാറ്റ് ഓഫ് സർഫസ് ഓഫ് പ്ലാനറ്റ്. അതായത് വെയിറ്റ് അറ്റ് സർഫസ് ഓഫ് പ്ലാനറ്റ് എർത്ത് ബൈ വെയിറ്റ് അറ്റ് സർഫസ് ഓഫ് പ്ലാനറ്റ്, ഇതാണ് തന്നിട്ടുള്ളത്. ഇത് 9/4 ആണ്. ദ മാസ് ഓഫ് പ്ലാനറ്റ് ഈസ് 1/9 ദാറ്റ് ഓഫ് എർത്ത്. അതായത് മാസ് ഓഫ് പ്ലാനറ്റ് ഈക്വൽ ടു 1/9 മാസ് ഓഫ് എർത്ത്. സിമിലർലി r is the radius of earth. What is the radius of the planet? Radius of planet എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് r/2, സെക്കൻഡ് ഓപ്ഷൻ r/9, തേർഡ് ഓപ്ഷൻ r/3, ഫോർത്ത് ഓപ്ഷൻ r/4. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ വെയിറ്റിൻ്റെ റിലേഷൻ നോക്കാം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും ഒരേ മാസ്സാണ്. സോ മാസ് ഇൻറ്റു GE ബൈ മാസ് ഇൻറ്റു GP ആണ് ശരിക്കും. അപ്പോൾ 9/4. മാസ് ക്യാൻസൽ ചെയ്താൽ എർത്തിൻ്റെ സർഫസിലുള്ള G കാൽക്കുലേറ്റ് ചെയ്യാൻ gm/r². ഞാൻ രണ്ടും ME എഴുതാം. എർത്തിൻ്റെ റേഡിയസിന് r തന്നെയാണ് ക്വസ്റ്റ്യനിൽ തന്നത്. സോ r². പ്ലാനറ്റിൻ്റെ റേഡിയസ് മാസും വെച്ചിട്ട് /rp². ഓക്കെ, ഈക്വൽ ടു ആണ് 9/4. ക്യാൻസൽ ചെയ്യാനുള്ളത് G. ഓക്കെ, അപ്പോൾ നോക്കാം, ME എന്നുള്ളത് MP എന്നുള്ളത് 1/9 ME ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ME/r² ഇൻറ്റു rp² ബൈ 1/9 ME. ക്ലിയർ? ഇത് നേരെ റിവേഴ്സ് ആയിട്ടല്ലേ മേലേക്ക് വരിക. 9 ME ഈക്വൽ ടു 9/4. അപ്പോൾ ഈ 9 മേലേക്ക് വന്നിട്ട് ഇവിടുത്തെ 9 ആയിട്ട് ക്യാൻസൽ ചെയ്യും. ME ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഈ 4 അങ്ങോട്ട് r² അങ്ങോട്ട് എടുത്താൽ rp², 4rp² ഈക്വൽ ടു r². ഓർ rp² ഈക്വൽ ടു r²/4. റൂട്ട് എടുത്താൽ rp ഈക്വൽ ടു r/2. ഓപ്ഷൻ ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 77 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 77 JEE Main 2019 ക്വസ്റ്റ്യൻ ആണ്. The mass and diameter of planet are 3 times the respective values of Earth. അതായത് mass of planet equal to 3 times mass of Earth ആണ്. Similarly, radius of diameter എന്ന് പറഞ്ഞാൽ radius അത്ര തന്നെ. Radius of planet is 3 times that of Earth. The period of oscillation of simple pendulum on Earth is 2 seconds. Time period simple pendulumത്തിൻ്റെത് 2 seconds ആണ് എർത്തിൽ. സോ TE ആണ് 2 seconds. The period of oscillation on the planet, ഈ പെൻഡുലത്തിൻ്റെ പ്ലാനറ്റിലുള്ള പീരിയഡ് ഓഫ് ഓസിലേഷൻ എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ് 2/√3 seconds, സെക്കൻഡ് ഓപ്ഷൻ 2√3 seconds, തേർഡ് ഓപ്ഷൻ 3√3/2 seconds, ഫോർത്ത് ഓപ്ഷൻ 3/2 seconds. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ
നമുക്കറിയുന്ന ഇക്വേഷൻ എന്താണ്? ടൈം പീരീഡ് ഈക്വൽ ടു 2π റൂട്ട് L/G. അപ്പോൾ ഞാൻ TP/TE ചെയ്താൽ 2π റൂട്ട് L/GP ബൈ 2π റൂട്ട് L/GE എന്നല്ലേ വരിക. 2π റൂട്ടൊക്കെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി റൂട്ട് GE മേലെ വരും ബൈ GP എന്നല്ലേ വരുള്ളൂ. TP എത്രയും നമുക്കറിയില്ല, TE 2 സെക്കൻഡാണെന്ന് അറിയാം. ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക. ഈക്വൽ ടു റൂട്ട് ഓഫ് GE എന്നുള്ളതിന് പകരം ഞാൻ GME/RE² എന്ന് എഴുതാം. നേരത്തെ പ്രോബ്ലത്തിൻ്റെ അതേ ടൈപ്പ്. ബൈ GP എന്നുള്ളതിന് പകരം റൂട്ട് GMP/RP² എന്ന് എഴുതാണ്. GG ക്യാൻസൽ ചെയ്തു. ഓക്കെ, അപ്പോൾ TP/2 ഈക്വൽ ടു റൂട്ട് ഓഫ് ആദ്യം ME/MP ഉണ്ട് ഇൻറ്റു റൂട്ടിന് പുറത്ത് RP/RE. നമുക്ക് ആ റൂട്ട് ഈ സ്ക്വയറുള്ള ആൾക്കാർ റൂട്ട് എടുക്കുമ്പോൾ പോകും RP/RE. അതുകൊണ്ടാണ് റൂട്ടിന് പുറത്ത് അവർ വരും. TP/2 ഈക്വൽ ടു, ഇനി നമുക്ക് ആ റേഷ്യോ കൊടുക്കാം. നോക്കാം, ME/MP 1/3 അല്ലേ? കാരണം MP ഈക്വൽ ടു 3ME ആകുമ്പോൾ ME/MP 1/3. അപ്പോൾ റൂട്ട് 1/3 ഇൻറ്റു RP/RE 3 ആണ്. അപ്പോൾ ഒരു റൂട്ട് 3 ക്യാൻസൽ ചെയ്താൽ ഒരു റൂട്ട് 3. അപ്പോൾ TP/2 ആണിത്. അപ്പോൾ TP ഈക്വൽ ടു 2 റൂട്ട് 3. അപ്പോൾ ആൻസർ 2 റൂട്ട് 3 സെക്കൻഡ്സ്. ഓപ്ഷൻ 2 ആണ് ആൻസർ. നമുക്ക് ഇതും കഴിഞ്ഞ ക്വസ്റ്റിനും ഒരേപോലെ ആയിരുന്നു. ജീൻ്റെ വേരിയേഷൻ, ജീൻ്റെ വ്യത്യാസം പ്ലാനറ്റ് ആൻഡ് എർത്ത് വെച്ചിട്ട്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 78 ആണ് അടുത്തത്. A solid sphere of mass m and radius a is surrounded by a uniform concentric spherical shell of thickness 2a and mass 2. അതായത് ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്, അതിൻ്റെ മാസ് m ആണ്, റേഡിയസ് a ആണ്. അത് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ എ ഹോളോ സ്ഫിയർ ഓഫ് മാസ് 2m ആൻഡ് തിക്നെസ് 2a. ഓക്കെ, the gravitational field at a distance 3a from the center will be. നോക്കാം, സെൻറ്ററിൽ നിന്ന് 3a എന്നാണ് ഇതിൻ്റെ സർഫസ് അല്ലേ, ഒരു ഷെല്ലുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് 2gm/3a². സെക്കൻഡ് ഓപ്ഷൻ gm/9a². തേർഡ് ഓപ്ഷൻ 2gm/9a². ഫോർത്ത് ഓപ്ഷൻ gm/3a². ഓക്കെ, അപ്പോൾ ഒരു നമുക്കത് മൊത്തത്തോടെ നോക്കുകയാണെങ്കിൽ ഒരു സോളിഡ് സ്ഫിയർ ആയിട്ട് എടുക്കാം അല്ലേ. ഇവിടെ മാസ് m ഉണ്ട്, ഇതിൻ്റെ മാസ് 2m ആണ്, ടോട്ടൽ 2a നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ മാസ് 3m ആണ്, മാസ് 3m ആണ്, റേഡിയസ് 3a ആണ്. ഇങ്ങനെ ഒരാളുടെ സർഫസിൽ ഗ്രാവിറ്റേഷൻ ഫീൽഡ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ ഫീൽഡ് ഇൻറ്റൻസിറ്റി I ഈക്വൽ ടു എന്താണ് സർഫസിൽ നമ്മൾ പറയുക, gm/r². ഇവിടുത്തെ കേസിൽ മാസ് എത്രയാണ്, 3m ഡിവൈഡഡ് ബൈ r റേഡിയസ് എന്നുള്ളത് 3a² അല്ലേ. ദാറ്റ്സ് ഈക്വൽ ടു g ഇൻറ്റു 3m/9a². ക്യാൻസൽ ചെയ്താൽ gm/3a². അപ്പോൾ ഡയറക്റ്റായിട്ടുള്ള ആ ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ കേസ്. അപ്പോൾ gm/3a² എന്നുള്ള ഫോർത്ത് ഓപ്ഷനാണ് ശരി. ക്വസ്റ്റ്യൻ നമ്പർ 79. ഇത് NEET 2019 ക്വസ്റ്റ്യൻ 79. The work done to raise a mass m from the surface of the earth to a height h which is equal to radius of earth. അതായത് റേഡിയസ് ഓഫ് എർത്തിൻ്റെ അത്രയും ഹൈറ്റിലേക്ക് ഒരു ബോഡീനെ റേസ് ചെയ്യാൻ എടുത്ത വർക്ക് എത്രയെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് ഫസ്റ്റ് വൺ mgr, സെക്കൻഡ് ഓപ്ഷൻ 2 mgr, തേർഡ് ഓപ്ഷൻ ഹാഫ് mgr, ഫോർത്ത് ഓപ്ഷൻ 3/2 mgr. ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരിട്ട് നോക്കുമ്പോൾ mgr എന്ന് എഴുതും, കാരണം mgh ആണല്ലോ നമ്മുടെ വർക്ക് ഡൺ. പക്ഷേ ഇവിടുത്തെ കേസിൽ g വേരിയിങ് ആണ്, ഈ g വേരിയിങ് ആണ്. ഓക്കെ, അപ്പോൾ g വേരിയിങ് ആകുമ്പോൾ നമ്മൾ വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് ഇവിടെ. ആ പൊട്ടൻഷ്യൽ എനർജിയിലുള്ള ചേഞ്ച് നോക്കുമ്പോൾ മൈനസ് പൊട്ടൻഷ്യൽ ചേഞ്ച് നോക്കുമ്പോൾ എന്താണ് നമ്മൾ എഴുതുക, gm ഫസ്റ്റത്തെ കേസിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക.
അതിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? പൊട്ടൻഷ്യൽ എനർജി GMM ബൈ R പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 2R അല്ലേ? ഓക്കെ, പ്ലസ് ഇവിടുത്തെ താഴത്തെ കേസിൽ GMM ബൈ R, മൈനസ് മൈനസ് ആണ് പ്ലസ് ആയത്. നോക്കാം, GMM ബൈ R GMM ബൈ 2R സബ്ട്രാക്ട് ചെയ്താൽ GMM ബൈ 2R തന്നെയല്ലേ കിട്ടുക. ഇത്ര ആലോചിച്ചാൽ മതി. ഒന്നിന്ന് ഹാഫ് സബ്ട്രാക്ട് ചെയ്താൽ ഹാഫിൽ കിട്ടും. ഇതിൽ ഞാൻ ഒരു R കൊണ്ട് താഴെ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു R കൊണ്ട് മേലെ മൾട്ടിപ്ലൈ ആണല്ലോ. അപ്പോൾ ഇത്രയും ഭാഗം G ആണെന്നറിയാം. ഏത്? GM ബൈ R സ്ക്വയർ എന്നുള്ളത് സ്മോൾ g ആണെന്നറിയാം. അപ്പോൾ ഇവിടെ ഹാഫ് ഉണ്ട്, ഇത് സ്മോൾ g M ആണ്. അപ്പോൾ ഏതാ ആൻസർ? തേർഡ് ഓപ്ഷൻ. അപ്പോൾ ആ ഹാഫും കൂടെ വരും എന്നുള്ളത് ഓർക്കുക. ഓക്കെ അല്ലേ? എപ്പോഴും ഹാഫ് വരിക എന്നല്ല, ഇവിടുത്തെ എപ്പോഴും ഇങ്ങനെയാണ്, ഡയറക്റ്റ് ആയിട്ടാണ് ഫൈൻഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 80 നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 80 നോക്കുകയാണെങ്കിൽ, എ സാറ്റലൈറ്റ് ഓഫ് മാസ് M revolving in circular orbit of radius r around the earth of mass m has binding energy E. എന്താണ് ബൈൻഡിങ് എനർജി? ബൈൻഡിങ് എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജി തന്നെയാണ്. അത് ബൈൻഡ് ചെയ്ത് നിർത്തുന്ന എനർജി എന്നാണ്. ടോട്ടൽ എനർജി നമ്മൾ നെഗറ്റീവിലാണ് പറയുക, പക്ഷേ ബൈൻഡിങ് എനർജി നമ്മൾ പോസിറ്റീവായിട്ടാണ് പറയുക. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ആംഗുലാർ മൊമെൻറ്റം ഓഫ് ദ സാറ്റലൈറ്റ് എന്തായിരിക്കും എന്നാണ് ചോദ്യം. അപ്പോൾ സാറ്റലൈറ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണത്. ആംഗുലാർ മൊമെൻറ്റം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? അപ്പോൾ ഒരു സാറ്റലൈറ്റിൻ്റെ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ MVR ആണ്, കാരണം അത് സർക്കുലർ മോഷനിലാണെന്നുള്ള അസംഷൻ. അപ്പോൾ ഒരു ഓർബിറ്റൽ വെലോസിറ്റി റൂട്ട് GM/R എന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലേ വരിക? M ഇൻറ്റു റൂട്ട് GM/R ഇൻറ്റു R. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ബൈൻഡിങ് എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ബൈൻഡിങ് എനർജി എന്നുള്ളത്, ബൈൻഡിങ് എനർജീൻ്റെ ഫോർമുല GMM/2R ആണ്. ടോട്ടൽ എനർജി മൈനസ് GMM/2R ആണ്, ബൈൻഡിങ് എനർജി പ്ലസ് GMM/2R ആണ്. അപ്പോൾ ഇവിടുന്ന് GM/Rൻ്റെ ഇക്വേഷൻ എന്താ? GM/R ഈക്വൽ ടു 2E/m അല്ലേ? അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ L ഈക്വൽ ടു M ഇൻറ്റു റൂട്ട് ഓഫ് 2E/m ഇൻറ്റു R. ശ്രദ്ധിക്കാം, ഇവിടെ ഒരു M ക്യാൻസൽ ചെയ്താൽ ഒരു റൂട്ട് M ബാക്കി ഉണ്ടാവും, റൂട്ട് 2ER. അപ്പോൾ എല്ലാവരെയും കൂടെ റൂട്ടിലേക്ക് എടുത്താൽ റൂട്ട് 2E ഉണ്ട്, M ഉണ്ട്, R ഉള്ളിലേക്ക് എടുത്താൽ R². അപ്പോൾ റൂട്ട് 2EMR², ഓപ്ഷൻ 2 ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് ഓസിലേഷനിലെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 81. എ പാർട്ടിക്കിൾ എക്സിക്യൂട്ട്സ് ലീനിയർ സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് ആൻ ആംപ്ലിറ്റ്യൂഡ് 3 cm. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ SHM ആണ് ഒരു പാർട്ടിക്കിൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. SHM എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഈ ലീനിയർ SHMൻ്റെ ആംപ്ലിറ്റ്യൂഡ് 3 cm ആണെന്ന് തന്നിട്ടുണ്ട്. വെൻ പാർട്ടിക്കിൾ ഈസ് അറ്റ് 2 cm ഫ്രം ദ മെയിൻ പൊസിഷൻ, അതായത് x ഈക്വൽ ടു 2 cm ആവുമ്പോൾ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ആക്സലറേഷൻ. ആ സമയത്തുള്ള വെലോസിറ്റിയും ആക്സലറേഷനും ഈക്വൽ ആണ് എങ്കിൽ ടൈം പീരീഡ് എത്ര എന്നാണ് ചോദ്യം. ഓസിലേഷൻ്റെ ടൈം പീരീഡ് എത്ര? അപ്പോൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് റൂട്ട് 5/2π, രണ്ടാമത്തത് 4π/√5, തേർഡ് 2π/√3, ഫോർത്ത് ഓപ്ഷൻ റൂട്ട് 5/π. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻസ് V ഈക്വൽ ടു A ആണ്. വെലോസിറ്റി അറ്റ് എനി പോയിന്റ് ഇൻ എൻ SHM എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് A² ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ മൈനസ് x² ഈക്വൽ ടു ആക്സലറേഷൻ എന്നുള്ളത് മൈനസ് ω². ഇനി മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നോക്കുന്നുള്ളൂ. മൈനസ് ω²x ആണ്. അതിന് മാഗ്നിറ്റ്യൂഡ് എടുക്കുകയാണെങ്കിൽ ω²x. ഒമേഗ ക്യാൻസൽ ചെയ്തു, രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്തു. സോ A² മൈനസ് x² ഈക്വൽ ടു ഓക്കെ ω²x². ഇതിൽ നിന്ന് ω² ഈക്വൽ ടു A² മൈനസ് x²/x². ആംപ്ലിറ്റ്യൂഡ് എന്താണ്? 3² മൈനസ് x² മീൻസ് 2² അഗെയിൻ 2². 3² എന്ന് പറഞ്ഞാൽ 9, 9 മൈനസ് 4/4 ദാറ്റ്സ് ഈക്വൽ ടു 5/4.
ഒമേഗ സ്ക്വയർ 5/4 ആണ്. സോ ഒമേഗ റൂട്ട് 5/4 ആണ്. ഫോളോ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ശരിക്കും. നമ്മളോട് ചോദിച്ചത് ടൈം പീരീഡ് ആണ്. ടൈം പീരീഡ് ഈക്വൽ ടു 2π/ω അല്ലേ. ദാറ്റ് ഈസ് 2π ഡിവൈഡഡ് ബൈ റൂട്ട് 5/4. നമുക്ക് ഇനി ഓപ്ഷൻസിലേക്ക് നോക്കാം. റൂട്ട് നമുക്ക് ഇവിടെ ഈ റൂട്ട് 2 ആണ്. അപ്പോൾ ആ 2 കൂടെ മേലേക്ക് വരുമ്പോൾ 4π/√5. ഓപ്ഷൻ 2 ക്ലിയർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 82 ആണ് അടുത്തത്. ക്വസ്റ്റ്യൻ നമ്പർ 82 പറഞ്ഞത് എ പാർട്ടിക്കിൾ ഈസ് എക്സിക്യൂട്ടിംഗ് സിമ്പിൾ ഹാർമോണിക് മോഷൻ വിത്ത് എ ടൈം പീരീഡ് ടി. പറഞ്ഞിട്ടുള്ളത് ടി ഈക്വൽ ടു 0 ആവുമ്പോൾ അയാൾ ഇക്വിലിബ്രിയം പൊസിഷനിലാണ്. ഇക്വിലിബ്രിയം പൊസിഷൻ മീൻസ് മീൻ പൊസിഷനിലാണ്. ടി ഈക്വൽ ടു 0 ആകുമ്പോൾ മീൻ പൊസിഷനിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൈനറ്റിക് എനർജീൻ്റെ ഗ്രാഫ് ഇതിലേതാണെന്നാണ് ചോദ്യം. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷനിൽ T/2 ടി കൈനറ്റിക് എനർജി വേഴ്സസ് ടൈം ആണ് എല്ലാം. സെക്കൻഡ് ഓപ്ഷൻ T/4 T/2. ഇനി തേർഡ് ഓപ്ഷൻ T/2. ഫോർത്ത് ഓപ്ഷൻ T/2. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും എപ്പോഴും സ്ക്വയർ, സൈനിൻ്റെ സ്ക്വയർ ആയിട്ടാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക അല്ലേ. കൈനറ്റിക് എനർജി ഈക്വൽ ടു 12 m⍵² സൈൻ സ്ക്വയർ ω_t അങ്ങനെയാണ് വരും. അപ്പോൾ സൈൻ സ്ക്വയർ വരുന്നതുകൊണ്ട് അതിൻ്റെ പീരീഡ് പഴയ സൈനിൻ്റെ പീരീഡിൻ്റെ ഹാഫ് ആവും. കോസ് സ്ക്വയറിനും അത് തന്നെ. അതുകൊണ്ട് തന്നെ പഴയ നമ്മുടെ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ടൈം പീരീഡ് ടി ആണെങ്കിൽ കൈനറ്റിക് എനർജീൻ്റെ ടൈം പീരീഡ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജീൻ്റെ ടൈം പീരീഡ് T/2. അപ്പോൾ പീരീഡ് ഫസ്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട പോയിന്റ് പീരീഡ് T/2 ആണോ അല്ലേ എന്നാണ്. എങ്ങനെ പീരീഡ് കണ്ടുപിടിക്കുക? അത് റിപ്പീറ്റ് ചെയ്യണതിൻ്റെ ഇൻ്റർവെൽ. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇയാൾ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാൻ T ടൈമാണ് എടുക്കുന്നത് അല്ലേ. ഇയാൾ ഇതേപോലെ ഇങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യാൻ T ടൈം. ഇപ്പോൾ ഈ T/2 തൊട്ട് ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ റിപ്പീറ്റ് ചെയ്ത് വരാൻ അയാൾ എത്ര ടൈം എടുക്കുന്നത്? T ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ടൈം പീരീഡ് T ആണ് ഫസ്റ്റത്തെ. രണ്ടാമത്തെ കേസിൽ ഇതേ പോയിന്റിൽ തിരിച്ചെത്താൻ T/2 ടൈമാണ് എടുക്കുന്നത്. മീൻസ് ടൈം പീരീഡ് T/2 ആണ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആവാൻ ചാൻസ് ഉണ്ട്. തേർഡ്, 0 തൊട്ട് ഇതേ പോയിന്റിലെത്താൻ അയാൾ T ടൈമാണ് എടുക്കുന്നത്. ഫോർത്തിൽ 0 തൊട്ട് ഇതേപോലെ 0-ലെത്താൻ പിന്നെ അയാൾ T/2 ടൈമാണ് എടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ ഫോർത്ത് ഓപ്ഷൻ ആവാം അല്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ആവാം എന്നുള്ള ഒരു കൺക്ലൂഷനിലാണ് നമ്മൾ പീരീഡ് T/2 എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. ഇനി രണ്ടാമത്തെ കേസ് പറഞ്ഞിട്ടുള്ളത് T ഈക്വൽ ടു 0-ൽ അയാൾ ഇക്വിലിബ്രിയത്തിലാണ്. നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ഇക്വിലിബ്രിയം പൊസിഷനിലും എക്സ്ട്രീം പൊസിഷനാണ്. അതായത് മീൻ പൊസിഷൻ എന്നാണ് ഇക്വിലിബ്രിയം പൊസിഷനെ പറയാം, എക്സ്ട്രീം പൊസിഷൻ എന്നാണ് മറ്റേ എക്സ്ട്രീം ആയിട്ടുള്ള പൊസിഷന് പറയാം. അപ്പോൾ നമ്മൾ ഒരു ക്വാണ്ടിറ്റി എടുത്ത് ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എടുത്താൽ മീൻ പൊസിഷനിൽ അത് 0 ആയിരിക്കും, എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആയിരിക്കും. വെലോസിറ്റി നേരെ തിരിച്ചാണ്. മീൻ പൊസിഷനിലാണ് മാക്സിമം, എക്സ്ട്രീം പൊസിഷനിൽ 0 ആണ്. ആക്സലറേഷൻ്റെ കേസാണെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എക്സ് ആയതുകൊണ്ട് എക്സിൻ്റെ അതേ വേരിയേഷനാണ് ആര് കാണിക്കുക? ആക്സലറേഷൻ കാണിക്കുക. ഇനി കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത്. കൈനറ്റിക് എനർജി എന്നുള്ളത് നോക്കുക, വെലോസിറ്റി മീൻ പൊസിഷനിൽ മാക്സിമം ആണ്. മീൻസ് കൈനറ്റിക് എനർജിയും അവിടെ മാക്സിമം ആയിരിക്കും. കാരണം വെലോസിറ്റിന് റിലേറ്റഡ് അല്ലേ. വെലോസിറ്റി 0 ആണെടുത്ത് കൈനറ്റിക് എനർജി 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി 12kx² ആണ്. അപ്പോൾ അയാൾ എക്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുക. മീൻസ് മീൻ പൊസിഷനിൽ 0 ആണ്, എക്സ്ട്രീം പൊസിഷനിൽ മാക്സിമം ആണ്. ഈ ഒരു വേരിയേഷൻ ഓർത്ത് വെച്ചാൽ ഈ ഗ്രാഫിൻ്റെ അടുത്ത കാര്യങ്ങളും കൂടെ നമുക്ക് കിട്ടും. T ഈക്വൽ ടു 0-ൽ ഇക്വിലിബ്രിയത്തിലാണ്, മീൻസ് മീൻ പൊസിഷനിലാണ്, അവിടെ കൈനറ്റിക് എനർജി മാക്സിമം ആണ്. ക്ലിയർ? അപ്പോൾ മാക്സിമത്തിൽ തുടങ്ങുന്നത് ഇതല്ല, ഇതാണ് സെക്കൻഡ് ഓപ്ഷൻ. ക്ലിയർ? അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് ട്രൂ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 83. A block of mass 0.1 kilogram is connected to an elastic spring of spring constant 640 Newton/meter. അപ്പോൾ മാസ് തന്നിട്ടുണ്ട് 0.1 കിലോഗ്രാം. ഓക്കെ, സ്പ്രിങ്ങിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K തന്നിട്ടുണ്ട് 640 Newton/meter. ആൻഡ് ഓസിലേറ്റ്സ് ഇൻ എ ഡാമ്പിംഗ് മീഡിയം ഓഫ് ഡാമ്പിംഗ് കോൺസ്റ്റൻറ്റ് നമ്മൾ B എന്നല്ലേ കാണിക്കുക, ഈക്വൽ ടു 10⁻⁻²kg/s. ഓക്കെ,
ഇനി സിസ്റ്റം ഡിസിപ്പേറ്റ്സ് എനർജി ഗ്രാജുവലി ഡിസിപ്പേറ്റ് ചെയ്യുക എനർജി, കാരണം ഡാമ്പിംഗ് ഓസിലേഷനാണ്, ഡാംപ്ഡ് ഓസിലേഷനാണ്. ദ ടൈം ടേക്കൺ ഫോർ മെക്കാനിക്കൽ എനർജി ഓഫ് വൈബ്രേഷൻ ടു ഡ്രോപ്പ് ടു ഹാഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ. അപ്പം എനർജി ഫസ്റ്റുള്ള E0 E0/2 ആവാനുള്ള ടൈം എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഫസ്റ്റ് ഓപ്ഷൻ 2 seconds, സെക്കൻഡ് ഓപ്ഷൻ 5 seconds, തേർഡ് ഓപ്ഷൻ 7 seconds, ഫോർത്ത് ഓപ്ഷൻ 3.5 seconds. ഓക്കെ, നമുക്ക് നോക്കിയൊക്കെ എന്താണ് സംഭവം. അതായത് നമുക്ക് അറിയാം എനർജീൻ്റെ ആംപ്ലിറ്റ്യൂഡ്, ഒരു ഡാംപ്ഡ് ഓസിലേഷൻ്റെ എനർജീൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ E0 എന്ന് പറഞ്ഞാൽ എനർജീൻ്റെ ആംപ്ലിറ്റ്യൂഡിന് ഞാൻ ഈ ഡാഷ് ഈ എ എന്ന് കാണിക്കുകയാണ്. ഏത് സമയത്തുള്ള ആംപ്ലിറ്റ്യൂഡ് ടൈം വേരിയിങ് ആണ്. E0 e⁻ ആണ്. ഓക്കെ, ഇത് ഡാംപ്ഡ് ഓസിലേഷൻ്റെ എനർജീൻ്റെ വേരിയേഷൻ്റെ ഇക്വേഷനാണ്. എക്സ്പോണൻഷ്യൽ ഡിക്രീസ് ആണ്. സാധാരണ ആംപ്ലിറ്റ്യൂഡ് എക്സ് ആണെങ്കിൽ അത് BT/2m വരും. അപ്പോൾ ഇത് എനർജീൻ്റെ ആംപ്ലിറ്റ്യൂഡ് കുറയുന്നതിൻ്റെ ഇക്വേഷനാണ് ഡാംപ്ഡ് ഓസിലേഷനിൽ. അപ്പോൾ എനർജീൻ്റെ ആംപ്ലിറ്റ്യൂഡ് E0/2 ആവണത് ഏത് ടൈമിലാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ E0/2 = E0 × e⁻ അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത 1/2 = e⁻ രണ്ട് സൈഡിലും ലോഗരിതം എടുത്താൽ log 1/2 = log e⁻ ലോഗ് എടുത്തത് തന്നെ e പവർ ഇനെ കുറക്കാനാണ്, ഇല്ലാതാക്കാനാണ്. സോ -log 2 = ഇവിടുന്ന് ഈ -BT/m മൈനസ് ക്യാൻസൽ ചെയ്യും. പിന്നെന്താ ടി അല്ലേ കാൽക്കുലേറ്റ് ചെയ്യുള്ളത്. T = m log 2/b. കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ലോഗ് ടു ദ ബേസ് ഇ ആണ്. ടു ദ ബേസ് ഇ ആകുമ്പോൾ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ മാസ് 0.1 കിലോഗ്രാം ആണ്. ഇൻറ്റു log 2 ഡിവൈഡഡ് ബൈ ബി എന്നുള്ളത് 10⁻² ആണ്. log 2ൻ്റെ വാല്യൂ ടു ദ ബേസ് ഇ ആകുമ്പോൾ 0.692 ആണ്. അതിന് 0.7 അപ്രോക്സിമേറ്റ്ലി എടുക്കുകയാണ്. സോ 0.1 × 0.7 ബൈ 10⁻². 10⁻² മേലേക്ക് വരുമ്പോൾ 100 ആവും. 100 ആകുമ്പോൾ ഈ 2 പോയിന്റ് കളഞ്ഞിട്ട് ആൻസർ 7 ആവും. അപ്പോൾ 7 സെക്കൻഡാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട്. 83. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 84. A particle is executing SHM with an amplitude A and has maximum velocity V0. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് എ ഉണ്ട്, മാക്സിമം വെലോസിറ്റി Vmax = V0 എന്നാണ് തന്നിട്ടുള്ളത്. ഇറ്റ് സ്പീഡ് അറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് A/2. A/2 ആകുമ്പോഴുള്ള സ്പീഡ് എത്രയെന്നാണ് ചോദ്യം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസ്: A √3/2 V0, B V0/√2, C V0, D V0/4. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കേസിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വെലോസിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ പോയിന്റിലെ വെലോസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക? ω × √A² - x². ഓക്കെ, പക്ഷേ നമുക്ക് തന്നിട്ടുള്ളത് നോക്കാം Vmax = V0 എന്നാണ്. മാക്സിമം വെലോസിറ്റി Aω ആണ്. കാരണം ഇതിപ്പോൾ മാക്സിമം എപ്പോഴാണ് വരിക? എക്സ് ഇല്ലാത്തപ്പോൾ. അപ്പോൾ Aω ആണ് മാക്സിമം. അപ്പോൾ Aω ആണ് V0. ഓർ നമുക്ക് ω കാണുന്നിടത്തൊക്കെ V0/A കൊടുക്കാം എന്നർത്ഥം. അപ്പോൾ V = ω പകരം ഞാൻ V0/A × √A² - A/2 അല്ലേ ഇവിടുത്തെ എക്സ്. അപ്പോൾ A/2². നോക്കുക, V0/A × ഈ റൂട്ടിൽ നിന്ന് 2A² ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. റൂട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അത് A ആവൂലേ. √1 - 1/4, 1/2ൻ്റെ സ്ക്വയർ 1/4. A ക്യാൻസൽ ചെയ്താൽ V0 × √1 - 1/4 പറഞ്ഞാൽ 3/4. സോ √3/4. അപ്പോൾ √3V0/2 എന്നല്ലേ കിട്ടുന്നത്. √3V0/2 കാരണം 4ൻ്റെ റൂട്ട് എന്താണ് 2. അപ്പോൾ √3V0/2 A ആണ് ഓപ്ഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 85. A uniform spring has an unstretched length L and force constant K. അപ്പോൾ അൺസ്ട്രെച്ച്ഡ് ആയിട്ടുള്ള ലെങ്ത് L ഉണ്ട്, ഫോഴ്സ് കോൺസ്റ്റൻറ്റ് K ഉണ്ട്. സ്പ്രിങ് ഈസ് കട്ട് ഇൻ ടു 2 parts ഓഫ് അൺസ്ട്രെച്ച്ഡ് ലെങ്ത്സ് L1 and L2. നമുക്ക് 2 പാർട്ടായിട്ട് സ്പ്രിങ്ങിനെ ഡിവൈഡ് ചെയ്തു. ഈ ഭാഗം L1, ഈ ഭാഗം L2. സച്ച് ദാറ്റ് L1 = η × L2.
L1 eta times L2 ആണ് തന്നിട്ടുണ്ട്. വേർ eta is an integer. Corresponding force constants K1, K2 are. K1 ഉം K2 ഉം എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് K eta plus 1. ഇനി B K eta plus 1 by eta, K eta minus 1. C K eta minus 1 by eta, K eta plus 1. D K eta plus 1 by eta, K eta plus 1. ഓക്കെ, അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിൽ എങ്ങനെ ഏത് അപ്രോച്ചാണ് നമ്മൾ യൂസ് ചെയ്യുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് അറിയണ ഒരു കേസ് എടുക്കാം. നോക്കാം. 2 സ്പ്രിങ് സീരീസ് ആയിട്ട് വെച്ചാൽ അതിൻ്റെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K1 plus K2 ആയിരിക്കും. ഇപ്പോൾ 2 ഈക്വൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 2K ആയിരിക്കും. മനസ്സിലായോ? 2 സ്പ്രിങ് പാരലായിട്ട് വെച്ചാലാണ് അങ്ങനെ. സീരീസ് ആയിട്ട് വെച്ചാൽ KS ഈക്വൽ ടു 1/KS ഈക്വൽ ടു 1/K1 plus 1/K2 or KS equal to K1 K2 by K1 plus K2. ഈ രണ്ടും ഈക്വൽ ആണെന്ന് വിചാരിക്കാം. 2 ഈക്വൽ സ്പ്രിങ്സ് ആണെങ്കിൽ ഇതിൻ്റെ K/3 എന്നാണ് വരിക. K/2 എന്നാണ്. നോക്കി നോക്കുക, K²/2K, K/2 എന്നാണ് വരിക. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. 2 ഈക്വൽ സ്പ്രിങ് സീരീസ് ആയിട്ട് വെച്ചാൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് K/2 ആണ്. 3 ഈക്വൽ സ്പ്രിങ് ആണെങ്കിൽ K/3. 4 ഈക്വൽ സ്പ്രിങ് ആണെങ്കിൽ K/4. N ഈക്വൽ സ്പ്രിങ് ആണെങ്കിൽ K/N. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യണ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇപ്പോൾ നമ്മളെടുത്ത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇപ്പോൾ നമ്മളെടുത്ത് ഒരു K സ്പ്രിങ് കോൺസ്റ്റൻ്റ് ഉള്ള ഒരു സ്പ്രിങ് ഉണ്ട്. അതിനെ ഞാൻ N ഈക്വൽ പാർട്സ് ആക്കി മാറ്റി. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ K ആയിരുന്നു. ആ ആള് ഈ ഓരോ സിംഗിൾ പാർട്ടിനും ഉണ്ടായിരുന്ന സ്പ്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ ബൈ N ചെയ്തതായിരുന്നു. അതായത് ഓരോ സ്മോൾ സ്പ്രിങ് കോൺസ്റ്റൻറ്റിനെയും ബൈ N ചെയ്തിട്ടായിരുന്നു ഇത് കിട്ടിയത്. കാരണം നമ്മൾ അങ്ങനെ പാർട്ടാക്കി അസ്യൂം ചെയ്യുമ്പോൾ. അപ്പോൾ ഓരോ ആളുടെയും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എന്താ വരിക? NK അങ്ങനെ. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. L1 L2 അതിന് ഒരു സ്പ്രിങ്ങിനെ 2 ഈക്വൽ പാർട്ടാക്കി മാറ്റി. അപ്പോൾ അതിൻ്റെ ഓരോ പാർട്ടിൻ്റെയും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 2K ആവണം. 3 ഈക്വൽ പാർട്ടാക്കി മാറ്റി. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 3K ആവണം. 4 ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയാൽ ഓരോ പാർട്ടിൻ്റെയും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് 4K ആവണം. N ഈക്വൽ പാർട്സ് ആക്കി മാറ്റിയാൽ ഓരോ പാർട്ടിൻ്റെയും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് NK ആവണം. ഓക്കെ, നമ്മളിനി ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. നോക്കുക, L1 ഈക്വൽ ടു eta L2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും എത്ര പാർട്സ് ഈറ്റൻ്റെ ടേംസിൽ നോക്കുകയാണെങ്കിൽ ഒരു L2 ഉണ്ട്. ഓക്കെ, eta L2 ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലായോ? ഒരു L2 ഉണ്ട്, eta L2 ഉണ്ട്. അപ്പോൾ ടോട്ടൽ എത്ര പാർട്സ് ഉണ്ട്? ടോട്ടൽ പാർട്സ് eta plus 1 ഉണ്ട്. ഈക്വൽ ആയിട്ട് eta plus 1 പാർട്സ്. ഓക്കെ, eta plus 1 പാർട്സ് ഉണ്ട് നമ്മളെടുത്ത്, ടോട്ടൽ പാർട്സ്. അപ്പോൾ ഓരോ പാർട്ടിൻ്റെയും സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എത്ര? സ്പ്രിങ് കോൺസ്റ്റൻറ്റ് ഓഫ് സ്മോൾ പാർട്ട് എത്രയാണ് വരിക? K into eta plus 1. ഇതിൻ്റെ ഓരോ eta plus 1 പാർട്ടിൻ്റെ ലെങ്ത്ത് L2 ആണ്. കാരണം ഇത് L2, ഇത് eta L2 അങ്ങനെ. അപ്പോൾ K into eta plus 1 ആണ് ഒരു L2 എന്നുള്ള ലെങ്ത്ത് ഉള്ള ഒരാളുടെ സ്പ്രിങ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഈ പാർട്ടിൻ്റെ അപ്പോൾ നമുക്ക് കിട്ടിയെന്നർത്ഥം K into eta plus 1. അപ്പോൾ K into eta plus 1 ഉള്ള 2 ഓപ്ഷൻ ഉണ്ട്. ഇനി ആദ്യത്തെ ഭാഗത്തിൻ്റെ എന്താണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ പാർട്ട്, സെക്കൻഡ് പാർട്ട് ഓഫ് ലെങ്ത് L1 ഉള്ള സെക്കൻഡ് പാർട്ടിൻ്റെ ടോട്ടൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് എത്രയായിരിക്കും? ടോട്ടൽ സ്പ്രിങ് കോൺസ്റ്റൻറ്റ് അവിടെയുള്ള ടോട്ടൽ സ്പ്രിങ് കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അത് എത്രയെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ആ ടോട്ടൽ ആൾക്കാരിൽ ഓരോ പാർട്ടിലും this consists of
നോക്കുക, ഇവിടെ ഈറ്റ ഈക്വൽ പാർട്സ് ആണുള്ളത്. ഈറ്റ ഈക്വൽ പാർട്സ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് അല്ലേ? ഈറ്റ ഈക്വൽ പാർട്സ് ഓഫ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് കെ ഇൻറ്റു ഈറ്റ പ്ലസ് 1. കെ ഇൻറ്റു ഈറ്റ പ്ലസ് 1 എന്നുള്ള ഇതേപോലെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഉള്ള എത്ര പാർട്സ് ഉണ്ട് അവിടെ? ഈറ്റ ഈക്വൽ പാർട്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കോമ്പിനേഷനായി പിന്നെ അങ്ങനത്തെ ഈറ്റ പാർട്സ് കൂടിക്കഴിഞ്ഞാൽ നെറ്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് എത്ര വരിക? കെ ഇൻറ്റു നെറ്റ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് ഈക്വൽ കെ ഇൻറ്റു ഈറ്റ പ്ലസ് 1 ബൈ ഈറ്റ. കാരണം എന്താണ്, നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ ബൈ, മുറിക്കുമ്പോൾ ഇൻറ്റു. അപ്പോൾ കെ ഇൻറ്റു ഈറ്റ പ്ലസ് 1 ബൈ ഈറ്റ. ഡി ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 86. The maximum values of acceleration and velocity of a particle executing SHM are x and y respectively. അപ്പോൾ x എന്ന് പറഞ്ഞാൽ മാക്സിമം ആക്സലറേഷൻ ആണ്, മാക്സിമം ആക്സലറേഷൻ ആണ്, എ മാക്സ്. ഓക്കെ. y എന്ന് പറഞ്ഞാൽ മാക്സിമം വെലോസിറ്റി ആണ്, വി മാക്സ്. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻസ്: ഫസ്റ്റ് ഓപ്ഷൻ y സ്ക്വയർ എക്സ്, സെക്കൻഡ് ഓപ്ഷൻ എക്സ് സ്ക്വയർ ബൈ വൈ സ്ക്വയർ, തേർഡ് ഓപ്ഷൻ എക്സ് സ്ക്വയർ ബൈ വൈ, ഫോർത്ത് ഓപ്ഷൻ വൈ സ്ക്വയർ ബൈ എക്സ്, ഫിഫ്ത്ത് ഓപ്ഷൻ എക്സ് സ്ക്വയർ വൈ. ഇത്രയും ഓപ്ഷൻസാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് മാക്സിമം ആക്സലറേഷൻ്റെയും മാക്സിമം വെലോസിറ്റീൻ്റെയും ഇക്വേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്താണ് മാക്സിമം ആക്സലറേഷൻ? എ മാക്സ് ഈക്വൽ ടു, നോക്കാം, ആക്സലറേഷൻ എപ്പോഴാണ് മാക്സിമം ആവുക? ഡിസ്പ്ലേസ്മെൻറ്റ് മാക്സിമം ആകുമ്പോൾ. അപ്പോൾ ഒമേഗ സ്ക്വയർ എ മൈനസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലസ് ഓർ മൈനസ് ആണ് വരിക. ഇനി മാക്സിമം വെലോസിറ്റി, അപ്പോൾ ഇതാണ് നമ്മുടെ എക്സ്. ഇനി മാക്സിമം വെലോസിറ്റീൻ്റെ ഇക്വേഷൻ എന്താ? ഒമേഗ എ, അതാണ് നമ്മുടെ വൈ. ഇനി ഈ ഒമേഗന് നമുക്ക് ഒമേഗ അല്ല വേണ്ടത്, എ ആണ് വേണ്ടത്. അപ്പോൾ ഒമേഗനെ എലിമിനേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത് വൈൻ്റെ സ്ക്വയർ എടുക്കുക, അതുകൊണ്ട് എക്സ് ഡിവൈഡ് ചെയ്യും അല്ലേ? വൈ സ്ക്വയർ ബൈ എക്സ് ചെയ്താൽ ഒമേഗ സ്ക്വയർ എ സ്ക്വയർ ബൈ ഒമേഗ സ്ക്വയർ എ എന്നല്ല കിട്ടുക. അപ്പോൾ എ സ്ക്വയർ ബൈ എ കിട്ടും. അപ്പോൾ വൈ സ്ക്വയർ ബൈ എക്സ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 87. ടു SHM ആർ റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻസ്. രണ്ട് SHMs ഉണ്ട്. അതിൻ്റെ ഒരു SHMൻ്റെ ഇക്വേഷൻ x1 ഈക്വൽ ടു 10 സൈൻ, ഓക്കെ, 4 പൈ ടി പ്ലസ് പൈ ബൈ 4. ഓക്കെ. രണ്ടാമത്തെ SHM x2 ഈക്വൽ ടു 5 സൈൻ 3 പൈ ടി, ഓക്കെ, പ്ലസ് √3 കോസ് 3 പൈ ടി. ചോദിച്ചത് റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ്. റേഷ്യോ ഓഫ് ആംപ്ലിറ്റ്യൂഡ്സ് ആണ് ചോദിച്ചത്. ഓപ്ഷൻ ഫസ്റ്റ് എ 2:1, ബി 3:1, സി 1:2, ഡി 1:1 ആൻഡ് ഇ 3:2 എന്നാണ് ഓപ്ഷൻസ്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ രണ്ട് ആളുടെയും ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. നോക്കാം, ഇവിടെ ഒരു സൈനേ ഉള്ളൂ, ഒരു സൈന്, പിന്നെ അതിൻ്റെ ഒമേഗ ടി ടേം, പിന്നെ ഒരു 5. അങ്ങനെ ആകുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് നേരിട്ട് തന്നെ 10 ആണ്. അപ്പോൾ ഫസ്റ്റത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡ് 10 ആണ്. രണ്ടാമത്തെ ആളുടെ ആംപ്ലിറ്റ്യൂഡിനാണ് പ്രശ്നം. ഇവിടെ രണ്ട് സൈൻ അല്ലെങ്കിൽ കൊസൈൻ ടേംസ് ഉണ്ട്. ഒന്ന് സൈനും ഒന്ന് കോസും ആകുമ്പം കാര്യങ്ങൾ എളുപ്പമാണ്. 5 എന്നുള്ള പുറത്തുള്ള ആളെ പുറത്തേക്ക് എടുക്കുക, എന്നിട്ട് സൈനിൻ്റെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ പ്ലസ് കോസിൻ്റെ കോഎഫിഷ്യൻ്റ് സ്ക്വയർ, √(a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ). അങ്ങനെയാണ് ആംപ്ലിറ്റ്യൂഡ് കണ്ടുപിടിക്കുക. ഒരു ഫോർ എക്സാമ്പിൾ എ സൈൻ ഒമേഗ ടി പ്ലസ് ബി കോസ് ഒമേഗ ടി ആണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വരിക? √(a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. അപ്പോൾ ഇവിടെ √(1 സ്ക്വയർ പ്ലസ് √3 സ്ക്വയർ, ദാറ്റ് ഈസ് 5 ഇൻറ്റു √(1 + 3). √1 + 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 4. √4 എന്ന് പറഞ്ഞാൽ 2. 5 ഇൻറ്റു 2 10. അപ്പോൾ രണ്ട് ആംപ്ലിറ്റ്യൂഡും സെയിം ആയതുകൊണ്ട് രണ്ട് ആംപ്ലിറ്റ്യൂഡിൻ്റെ റേഷ്യോ എത്ര വരിക? 1:1. ഡി ആണ് ശരി. ഓക്കെ.